അതെ, സോയാ ബോൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം പച്ചക്കുത്തിലൊക്കെ മാറി വരുമ്പോഴേക്കും കുറച്ച് സബോള കൂടി നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത് മൂത്ത് വരുമ്പോഴേക്കും ഇത്തിരി ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത്തിരി മസാലക്കൂട്ട് കൂടി ചേർക്കാം. എരിവിനായിട്ട് കുറച്ച് മുളക് പൊടിയും ഇത്തിരി മീറ്റ് മസാലയും ചേർത്ത് കൊടുത്ത് മൂപ്പിക്കാം. ഇനി ആവശ്യത്തിന് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം. അതുപോലെ ഇത്തിരി സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, പച്ചവെള്ളം ചേർത്തല്ല വേവിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വരുമ്പോഴേക്കും പാകത്തിന് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ചിട്ട് വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന സോയാബോൾ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സോയാബോൾ കറി. അപ്പോൾ ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ കൊച്ചടുക്കള എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നും കൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചപ്പാത്തിയുടെ ഒക്കെ കൂടെ അടിപൊളി കോംബോയാണ്. ഓക്കെ, ബായ്.